പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ഒരു പദ്ധതി നിലയ്ക്കുകയാണ്. അതായത് 2016 മുതൽ 2026 വരെ 5.5 ലക്ഷത്തോളം ആളുകൾക്ക് വീടും അതുപോലെ തന്നെ ഭൂരഹിതരായിട്ടുള്ളവർക്ക് ഭൂമിയും നൽകിയ ആ പദ്ധതി, ലൈഫ് പദ്ധതി, വളരെയേറെ ആളുകൾക്ക് പ്രതീക്ഷ നൽകിയ ഒരു പദ്ധതിയാണ് ലൈഫ് പദ്ധതി. പാവപ്പെട്ട ആളുകൾക്ക് ഒരു വീട് ലഭിക്കുക, അല്ലെങ്കിൽ ഒരു 3 സെൻറ്റ് ഭൂമി ലഭിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് തന്നെ സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ആ ലിസ്റ്റ് ഉൾപ്പെടെ തള്ളിക്കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പദ്ധതി തന്നെ നിർത്തലാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ UDFൻ്റെ സർക്കാരിൻ്റെ ഒരു തീരുമാനങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അവരതിൻ്റെ ഒരു ചർച്ചയിലാണ്. അവർ മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈഫ് പദ്ധതി അവർ വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു പദ്ധതിയിൽ ഇപ്പോഴും ലിസ്റ്റിലുണ്ട്. അവരെല്ലാം വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിലവിലെ UDF സർക്കാർ, VD സതീഷ് മേനോൻ സർക്കാർ പോകുന്നത്. അപ്പോൾ വളരെയേറെ വിഷമത്തിലാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ. അതുപോലെ തന്നെ പുതിയതായിട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ തന്നെ വളരെ വിഷമത്തിലാണ്. ഇപ്പോൾ അവർ പറയുന്നത്, ഈ പദ്ധതി നിർത്തലാക്കുന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ ഭാരമാണ് ഈ ഒരു പദ്ധതി എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ സർക്കാരിനും വലിയൊരു ഭാരമാണ്. അതുകൊണ്ട് തന്നെ വളരെയേറെ അർഹതയുള്ള, അതായത് 100% അർഹതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ മാത്രം മറ്റൊരു തരത്തിൽ ഒരു അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അവരെ ഉൾപ്പെടുത്തി അവർക്ക് വീട് നൽകാമെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ആളുകൾക്ക്, ഒരു ഗഡുവെങ്കിലും വാങ്ങിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ പദ്ധതിയിൽ തന്നെ ആനുകൂല്യം നൽകാനും, പുതിയ മറ്റുള്ള ആളുകൾക്ക്, അർഹതയുള്ള 100% ഉറപ്പുള്ള ആളുകൾക്ക് അതിനായിട്ട് പ്രത്യേക മാനദണ്ഡങ്ങളൊക്കെ പുറപ്പെടുവിക്കും. അതിനുശേഷം പഞ്ചായത്ത് തലത്തിലായിരിക്കും ഇനി പദ്ധതി നടപ്പിലാക്കുക. കാരണം ലൈഫ് പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കേരള സർക്കാരിൻ്റെ കീഴിൽ, ഒരു ലൈഫ് മിഷൻ്റെ കീഴിലാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. ഇനി അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ പുതിയൊരു പദ്ധതിയായിട്ടായിരിക്കും വരുന്നത്. അതിന് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുകയും പുതിയ മാനദണ്ഡങ്ങളൊക്കെ പ്രകാരം ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾക്ക് മാത്രം, കാരണം ഈ പദ്ധതിയിൽ നിന്ന് പരമാവധി ആളുകളെ കുറയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടെയുണ്ട്. കാരണം സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ സൗജന്യ യാത്ര, KSRTC സൗജന്യ യാത്രയൊക്കെ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു സാമ്പത്തിക ഭാരമാണ് സർക്കാരിന് വരുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി മറ്റ് പദ്ധതികളിലുള്ള ആനുകൂല്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് വേണം സർക്കാരിന് മുന്നോട്ട് പോകാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ലൈഫ് പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ പല പദ്ധതിയിലും, അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഒരു പുനരാലോചന നടത്തിയ ശേഷം പരമാവധി ആളുകളെ കുറയ്ക്കുന്നതിന് വേണ്ടി സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തിച്ച് നൽകുന്ന ആ ഒരു രീതി മാറ്റിക്കൊണ്ട് ഒന്നീ പണ്ട് ചെയ്തതുപോലെ പോസ്റ്റിലോ വഴിയോ, അതായത് പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ട് തരുന്ന രീതിയിലോ, അതല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയോ മാത്രം ഈ ഒരു ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളൊക്കെയാണ് നടക്കുന്നത്. അപ്പം സാധാരണക്കാരെ സംബന്ധിച്ച് ഏകദേശം മിക്ക ജനക്ഷേമ പരിപാടികളും നിർത്തലാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.